വെൽക്കം ബാക്ക് ടു OTA. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിനക്ക് തലവേദനയാന്നല്ലേ വിശാഖ പറഞ്ഞ അയ്യാണ്ടിരിക്കുവാന്ന്. പിന്നെ നമ്മൾ അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ തണുത്തു പോകും. ഇതിങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നോക്കിയിരുന്ന ഇവിടെ ഞെക്കി പിടിക്കുക. പൊട്ടിക്കാൻ വേറെ വഴിയുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു നീട് പോലെ സാധനം അതുണ്ടായിട്ടോ നേരത്തെ കടിച്ചു പിടിച്ചവൻ. ഇത് റീചാർജബിൾ ആണോ? ബാറ്ററി ബാറ്ററി അയ്യോ റീചാർജബിൾ വേണമായിരുന്നു. ഡ്യൂറാസെല്ലിന്റെ ബാറ്ററിയാ. റീചാർജബിൾ വേണമായിരുന്നു. റീചാർജബിൾ റീചാർജബിൾ മേടിക്കാൻ താഴെ 399. അതെ ഇത്തിരി ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഉപയോഗിക്കാൻ പോയി മാറിക്കടാ. ഇത് നിവിനിട്ടോണ്ട് ആട്ടുന്നത്. ഇതിലെങ്ങനെ ഇത് ചെയ്യുന്നത്? ഇങ്ങനെ വെക്കണം, അതിന്റെ ഇവിടെ പ്രസ് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ വലിക്കണം കേട്ടോ. ജമ്പർ കേബിൾ ബാറ്ററി ചാർജർ. ഇപ്പൊ 2 ദിവസമൊക്കെ കറണ്ട് പോയി വീട്ടില്, നമ്മുടെ ഇൻവേർട്ടർ ഒക്കെ ചിലപ്പം ഡ്രെയിൻ ആയിട്ട് ഭയങ്കര ബാറ്ററി ഡൗൺ ആവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സാധനം കുത്താം. നീ ഒരു ദിവസം വണ്ടി എടുക്കുവോ, ബൈക്ക് എടുത്തോണ്ട് അത്യാവശ്യം ഒരു സ്ഥലത്തോട്ട് പോവോ, ബാറ്ററി ഡൗൺ ആ അല്ലെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വകുപ്പില്ല, നീ എന്നാ ചെയ്യും? സ്റ്റാർട്ടർ വെച്ച് ഈ സാധനം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഒരു അരമണിക്കൂർ കുത്തിയിട്ടാൽ അത് എത്ര ഡീപ്പായിട്ട് ഇറങ്ങിപ്പോയി ബാറ്ററി ആയാലും പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റും. അരമണിക്കൂറൊക്കെ മതിയോ? അതായത് ഇതിനകത്ത് അല്ല 5 ആംപിയർ ഇട്ട് ചാർജ് ചെയ്യാം, 8 ആംപിയർ ഇട്ട് ചാർജ് ചെയ്യാം, 10 ആംപിയർ അങ്ങനെ 15 ആംപിയർ വരെ ഇത് തന്നെ ഡിസൈഡ് ചെയ്യും. പക്ഷേ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പ്രൈസ് എത്ര? പ്രൈസ് എന്ന് പറഞ്ഞാൽ 2400 രൂപ. വണ്ടി ഇപ്പൊ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി വഴി വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. നീ നേരത്തെ ബാറ്ററി കേടായപ്പോ സർവീസ്മാനെ വിളിച്ചില്ലേ? ഞാൻ വണ്ടിയുടെ അല്ലാതെ വെച്ചാ അങ്ങനെ സർവീസ്മാനെ വിളിച്ചാൽ മതി. അതെന്നെ പരിപാടിയാണ്. അങ്ങനല്ല, നീ നേരത്തെ എനിക്കിട്ടെന്തോ കൊള്ളാം. മറ്റേ ലിത്യം ഫോസ്ഫേറ്റ് ചെയ്യാം. അത് ചെയ്യാന്നോണ്ട് മാത്രം ഞാൻ പറ്റില്ല. 12 ഞാൻ കാണിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു ഇതില്ല മലയാളത്തിന്റെ ടാഗ്ലൈനും സാധനമാണ്. ഈയിടെ ആയിട്ട് പിള്ളേരുടെ കളിപ്പാട്ടൊക്കെ മേടിക്കുന്നത്. രാത്രിയിലൊക്കെ 30 ഡിഗ്രി ചൂടാണ്. പിള്ളേരൊന്നും ഇപ്പൊ ഉറങ്ങുന്നൊന്നുമില്ല കാര്യമായിട്ട്. അതുകൊണ്ട് കളിച്ചോണ്ടിരുന്നില്ല. വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ടൊക്കെ ഉണ്ടല്ലോ, അവർ വെളിയിലൊന്നും വിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് കളിക്കാം. 30 ഡിഗ്രി ചൂടാവുകൊണ്ട് അതുകൊണ്ട് രാത്രി പിള്ളേരെ കുളിപ്പിക്കണമെങ്കിൽ ഇതൊക്കെ ബക്കറ്റ് ഇടാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ യന്ത്രത്തിന്റെ ഇതിന് ബാറ്ററി ഇല്ല, ഇത് സ്പ്രിംഗ് ആക്ഷൻ വഴിയാണ്. ഇത് സാധനം ഇതിങ്ങനെ തെറിക്കും, അങ്ങനെ തെറിക്കും. ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയാണിത്. ഇതെന്നാ അറിയോ? പിള്ളേര് മറ്റേ ബാത്ടബിൽ ഇരുത്തി എൻഗേജ് ചെയ്യാൻ ചൂട് മാറാൻ. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 രൂപയേ ഉള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് 2 എണ്ണൊക്കെ ആയിട്ട് വേണമെങ്കിൽ മേടിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനല്ല, ഇത് 2 എണ്ണമായിട്ട് മിക്കവാറും കിട്ടത്തില്ല. കിട്ടത്തില്ല. ഇതൊക്കെ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള പ്രോഡക്റ്റ്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇതോ ഞാനും കണ്ടിട്ടുണ്ട്. ഭയങ്കര കോമൺ ആയിരുന്നു. ക്യൂട്ടാ. ഇതന്നെയാണ് ഇതിനകത്തൊരു ഹോളൊക്കെ. വെള്ളം പോയിട്ട് ഇത് കണ്ടോ, മറിച്ചിട്ടിട്ട് ഇതിന്റെ അകത്ത് മൊത്തം വെള്ളം കയറി. അത് അടിയിൽ കൂടെ നീന്തു നോക്കി ഞാൻ പച്ച അടിക്കും. അടിയിൽ കൂടി അല്ലല്ല, അടിയിൽ കൂടി നീന്തി ഗൈസ്. അങ്ങനെ നീന്തി അത് കഴിഞ്ഞ് നമ്മള് വെളിയിലോട്ട് ഇതിന്റെ അകത്ത് വെള്ളം എല്ലാം ഇങ്ങനെ പോകും. അങ്ങനെ സെറ്റായി. ഇന്നത്തെ എന്റെ പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് അല്ല, നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ ട്രാക്ക് ചെയ്യാനും ഈ ടോ വെച്ച് പറയുന്നത് മലയാളത്തിലല്ല, ഒരു ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് എക്സ്പെൻസ് മാനേജർ. ഇതിനകത്ത് നമ്മുടെ എക്സ്പെൻസുകൾ, അതായത് നമ്മുടെ ചെലവുകളും വരവുകളും എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാം. ഫിനാൻഷ്യൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെലവാക്കണം എന്നൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അഴിച്ചു കഴിഞ്ഞാല് ഇതിനകത്ത് നമുക്ക് കണക്ക് 0 ആണ് ഇതിനകത്ത് ഇപ്പൊ കിടക്കുന്നത്. ഞാൻ എന്നും വൃത്തിയായിട്ട് അപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ വേറൊരു മനുഷ്യനെ കണ്ട് ഇരിക്കുന്ന തെണ്ടിയെ കണ്ടിട്ടാണ് ഞാൻ മാസാവസാനം അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടി തുടങ്ങിയത്. ഞാൻ 2021 ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത്. 8 ലക്ഷം രൂപ അതിനെ ഇഷ്ടമായില്ലേ? ഇത്ര നല്ല സാധനം. അപ്പൊ ഇതുണ്ട്, സ്റ്റുഡിയോയുടെ പണിയുടെ സമയത്തൊക്കെ
സ്റ്റുഡിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് എന്തൊക്കെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതൊക്കെ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഗുണം എന്താ? ഇത് ഫിസിക്കലി നമ്മളെല്ലാം ഫീഡ് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം ഫീഡായി പോകുന്നത്. പക്ഷെ നമ്മൾ അപ്പോഴും കൺസേൺ അല്ലേ ചിലവ് എവിടാണ്. ഹാഷ്ടാഗ് ഇപ്പൊ ഇത് കണ്ടോ, ഇതിനകത്ത് ഇലക്ട്രിക്കൽ വർക്കിന്, ഇലക്ട്രിക്കൽ പർച്ചേസ്, പെയിന്റിങ്, അങ്ങനെ പല ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല, സാധാരണക്കാരന് കിട്ടത്തില്ല. പ്രീമിയം എടുക്കണം. പ്രീമിയം എടുക്കണം, അത് വേറെ കാര്യമാണ്. പക്ഷെ അതിന്റെ മാത്രമായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാം. ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് ട്രാക്ക് ചെയ്യാം നമ്മുടെ എക്സ്പെൻസ്, എവിടെ കാശ് പോകുന്നു, എവിടെ ചെലവാക്കുന്നു, എല്ലാം അറിയാം. കുപ്പിയാണ് അറബിയാണ് എനിക്ക് അറബി. നല്ല നോക്കി എടുത്തു. പണി കിട്ടില്ലേ? ആക്ടിലേക്ക് ക്ലോസറ്റ് കഴുകാം ഏതെങ്കിലും വീട്ടിൽ പോയിട്ട്. നീ എന്ത് ചോദിക്കണ്ടെന്നറിയോ, നിങ്ങളുടെ ക്ലോസറ്റിൽ ഉപ്പുണ്ടോ ആദ്യം. അബ്ബാസിന്റെ അല്ല. അപ്പൊ ശരി, പോയേക്കാം. നിങ്ങളുടെ ക്ലോസറ്റിൽ ഉപ്പുണ്ടോന്ന് ചോദിക്കണം. എടാ ഈ വീട് കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് വീടിന്റെ മിറ്റം കിടക്കുന്നുണ്ടോ തിളങ്ങി? സംഭവം എന്താന്ന് വെച്ചാൽ ആദർശിന് പേടിയാ. അപ്പൊ നമ്മൾ വിചാരിച്ച് ആദ്യം മെൽവിന്റെ വീട്ടിലോട്ട് പോവാം, എന്നിട്ട് ട്രയൽ അടിച്ച് ഒരു കുറച്ച് ധൈര്യം കിട്ടൂലേ, ആ സമയത്ത് നമുക്ക് ധൈര്യമാണോ കിട്ടുന്നത്, അല്ലാണോ കിട്ടുന്നതെന്ന് ഇത് നമ്മുടെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ഇത് പിടി മോനെ, കക്കൂസിൽ ഉപ്പുണ്ടോന്ന് ചോദിക്കണം. ചെല്ല് എന്നാ നീമ്പാ. അതിപ്പാണ് ആരണ്ടൊക്കെ വന്നിട്ടുണ്ട്. ചെല്ല്. അവിടെ ഗസ്റ്റ് ഒക്കെ വന്നു. എനിക്കല്ല, ഞാൻ തിരിച്ചു കയറി. ഇമാരെനിക്ക് ഒന്നും പോരാണ്ട് ചോല തൊപ്പി വരെ കൊണ്ട് തന്നിട്ടുണ്ട്. അതെ, നിനക്ക് പേടിയല്ലേ ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കാൻ? അതുകൊണ്ട് ഒരുപാട് കക്കൂസ് ഉണ്ട് സ്ഥലത്തോട്ടാ ഇനി പോകുന്നത്. പബ്ലിക് ടോയ്ലറ്റോ? അല്ല, ചാട്ടി കൊണ്ട് വിടുവോ ഇമാരെ? കഴുകാനും ബുദ്ധിമുട്ടില്ല, അതെല്ലാം നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ് ആയിരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങളുടെ ക്ലോസറ്റിൽ ഉപ്പുണ്ടോ ചോദിക്കണം. അതെ, ചോദിക്കണം. കടയോ? അമ്മേ നിരത്തി വെച്ചേക്കുന്നുണ്ടോ എത്ര എണ്ണാന്ന്? ഇമാരെന്നെ കയറ്റി വിടുന്നുണ്ട്. എനിക്കറിയത്തില്ല കേട്ടോ. ഇമാരെന്നെ അബ്ബാസ് റിക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അബ്ബാസിന്റെ പറ്റ പരസ്യമില്ലേ, ടോയ്ലറ്റ് ഉപ്പുണ്ടോയെന്ന് ചോദിക്കുന്ന ആ പരസ്യം. അപ്പം ഇത് കുറേ ഉള്ള സ്ഥലത്ത് തന്നെ കയറ്റി വിടാമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയപ്പം മൊത്തത്തിൽ അബ്ബാസിന് പറ്റിയ സ്ഥാപനം. ഇവിടുത്തെ ടോയ്ലറ്റിൽ ഉപ്പുണ്ടെങ്കിൽ ഇത് വെച്ച് ഞാൻ കഴുകി തരുന്നതായിരിക്കും. ഇതിനൊരു അവസരം കൊണ്ടു ചെക്ക് ചെയ്യാനോ? അയ്യോ, പണിമാളിക എന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യും? ഇതുവരെ ഉപയോഗിക്കാത്ത ടോയ്ലറ്റ്, അതുകൊണ്ട് ഉപ്പൊന്നും കാണുവേ. ഇവിടെ വല്ല നമുക്ക് ടോയ്ലറ്റ് ഉണ്ടോ വേറെ? എന്നാ ഞാൻ അതൊന്നും കാണിച്ചു തരുവേ. നീ തന്നെ നോക്കാൻ ഉപ്പുണ്ടോന്ന്. ഞാൻ തുറന്ന് നോക്കി, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എടാ നീ അല്ലടാ പറ ഉപ്പുണ്ടോ നോക്കണം. ഞാനത് ചലഞ്ച് ആയിട്ട് എടുക്കും. നീ വാ. ഉപ്പില്ല. ഇവിടുത്തെ ടോയ്ലറ്റ് സത്യമാണോന്ന് അറിയത്തില്ല. തിരിച്ചുകൊണ്ട് അതെങ്ങനെ കയറുന്നു? ഇതിനെ കൂടെ വലിച്ചു കയറൂടാ. ബ്രഷ് ഇല്ലാത്ത ടോയ്ലറ്റാ കേസ്. കണ്ടോ, 99.9% കീടാനൂരി ഞാൻ നശിപ്പിക്കും. എന്നിട്ട് ഇതിന്റെ ചുറ്റും മെല്ലെ ഇങ്ങനെ ഒഴിക്കുക. ചപ്പാസ് ഒഴിക്കുമ്പോൾ കൃത്യം വരുന്നുണ്ട്. ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ. ചൂലൊന്നും വേണ്ട, കൈയുണ്ട്. ഈ മണമുണാച്ചന്മാര് കക്കൂസ് കഴുകാൻ എനിക്ക് ചൂല കൊണ്ടു ചേടാ. വെളച്ചെടുക്കല് കേട്ടോ. ചുക്കിന് സൈഡ് വെള്ളം ഒഴിക്കും. പെർഫെക്റ്റ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും ആത്മാർത്ഥതയോട് ചെയ്യണമെന്നാണ് കാരണന്മാര് പറയുന്നു. 99.9% കിടാണെന്ന് കൊന്നു. അത് ശരി. ഇനി ബംഗാളിക്ക് സ്വന്തമായിട്ട് അപ്പിയിടാം. ഒരു തവണ കൂടെ പോയി ആ 1% കൂടെ കൊന്നിട്ട് പോവാ. ടാസ്ക് കംപ്ലീറ്റ് ആയോ? ടാസ്ക് കംപ്ലീറ്റഡ്. നീ ഇജ്ജ് പറ. ഇല്ല, ഞാൻ അടുത്ത സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ചെയ്യാം. നിങ്ങൾ ഈ കുഞ്ഞു പിള്ളേരെ പോലെ തുടങ്ങല്ലേ?
ടിങ് ടോങ്. അപ്പൊ ആരെങ്കിലും ഇറങ്ങി വരും. നിങ്ങളുടെ ക്ലോസറ്റ് ചേച്ചി നിങ്ങളുടെ ക്ലോസറ്റിൽ ഉപ്പുണ്ടോ? പറയും നോക്കി നക്കി നോക്കണം.